മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും. ടൗൺഷിപ്പിനെ മാർച്ച് 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. റവന്യൂ മന്ത്രി കെ രാജനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നിയമസഭയെ അറിയിച്ചത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. അതേസമയം ദുരന്തം നടന്ന് 8 മാസമായിട്ടും തറക്കല്ല് പോലും ഇട്ടില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി. വേദനയോടുകൂടിയാണ് സർ വീണ്ടും ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി അസംബ്ലിയിലേക്ക് നിയമസഭയിലേക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. സർ, ജൂലൈ 30-ാം തീയതി 2024 ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും 3 വാർഡുകളിൽ സർവനാശം വിതച്ചതായിരിക്കുന്ന ഉരുൾപൊട്ടൽ സംഭവിച്ച് 8 മാസം നമ്മൾ പൂർത്തിയാക്കാനിരിക്കുകയാണ്. സർ, ഈ സന്ദർഭത്തിൽ ഉഴുതുണിക്ക് മറുതുണിയില്ലാതെ സർവവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർ ഇപ്പോഴും തങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. സർ, പൊതുസമൂഹത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും മറ്റ് മേഖലകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയും കൊണ്ട് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർ ഈ പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടി വന്നത്. സർ, കേന്ദ്രത്തിന്റെ നടപടികൾ കണ്ടാൽ ഇന്ത്യയിലല്ലേ നമ്മൾ എന്ന് തോന്നിപ്പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യം. നമ്മൾ ആവശ്യപ്പെട്ട അടിയന്തര സഹായം അവർ തന്നില്ല. അവസാനം അവർ 529.5 കോടി രൂപ അവർ തന്ന 16 പദ്ധതികൾക്കായി തന്നപ്പോൾ അവർ 50 വർഷത്തെ കാലാവധി കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ടതായിരിക്കുന്ന ഒരു കാലപരിധി നിശ്ചയിച്ചാണ് അവർ നമുക്ക് നൽകിയത്. സാർ, എത്രത്തോളം ലജ്ജാകരമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ. ജന്മിയുടെ സമീപനത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് എന്നുള്ളത് ദുഃഖത്തോടുകൂടി പറയാൻ സാധിക്കും. സർ, യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സംഭവ സ്ഥലത്ത് വന്ന് നേരിട്ട് കണ്ടതായ ഒരു ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചതായ സമീപനം ഒരു ദുരന്തബാധിത സമൂഹത്തോടും സംസ്ഥാനത്തോടും കാണിക്കേണ്ടതായ മര്യാദയുള്ള മനുഷ്യത്വപരമായ നടപടിയായില്ല എന്നുള്ളതും ഇതിന്റെ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കുമെന്നും 1112 കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് മൈക്രോ പ്ലാൻ ഉണ്ടെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി. തുടർ ചികിത്സയോ അടിയന്തര ചികിത്സയോ വേണ്ടിവരുന്ന ദുരന്തബാധിതരുടെ പണം കേരള സർക്കാർ വഹിക്കും. ദുരന്ത സ്ഥലത്ത് കൊടുക്കാത്ത ബ്രെഡ് പൂത്തെന്ന കഥ വരെ പുറത്തു വന്നിരുന്നു. കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുന്നതെന്നും രാജൻ ചോദിച്ചു. അതേസമയം വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ രൂക്ഷമായി വിമർശിച്ചു. വയനാടിനോട് കേന്ദ്രം കാട്ടിയത് ക്രൂരമായ അവഗണനയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഔദാര്യമായി വായ്പ തന്നത് തെറ്റാണെന്നും ഇതിനെതിരെ ഏതറ്റം വരെ പോരാടുമെന്നും സതീശൻ പറഞ്ഞു. ദുരന്തബാധിതർക്ക് ജീവനോപാധികളും പൊതുകൃഷി സ്ഥലവും ഒരുക്കുവാനായി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ദുരന്തബാധിതർക്കുള്ള പ്രതിമാസ അലവൻസ് 300 രൂപ 3 മാസം കഴിഞ്ഞ് നിർത്തിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിയമപരമായി 3 മാസമാണ് നൽകുന്നതെന്നും മന്ത്രി രാജൻ മറുപടി നൽകി. എന്നാൽ മന്ത്രിസഭയ്ക്ക് പ്രത്യേക തീരുമാനമെടുക്കാമായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇന്ത്യയുടെ ഹൈ ലെവൽ കമ്മിറ്റി കൂടാൻ പറ്റാത്തത് കൊണ്ട്, ആഭ്യന്തര മന്ത്രിക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് പിന്നെയും 2 മാസം അത് വെച്ചിരുന്നു. ആ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം കേരളത്തിലെ ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ ആണെങ്കിൽ അത് പറയണ്ടേ സാർ? അപ്പോഴും അത് പറഞ്ഞില്ല. പിന്നെയും 2 മാസക്കാലം അത് പറയാൻ കേരളത്തിനോട് വൈകി. സാർ, കേരളത്തിന് കത്തയച്ചത് ജൂലൈ 30-ന് ദുരന്തമുണ്ടായി, ഡിസംബർ 30-നാണ്. 5 മാസക്കാലം ആ വിവരം കേരളത്തിനോട് പറയാതിരുന്നത് അങ്ങനെയുള്ള ദുരന്തത്തിൽ കേരളത്തിന് കിട്ടേണ്ട UN ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം ലഭിക്കാനല്ലേ സാർ? ഇത് പറഞ്ഞു തുടങ്ങണ്ടേ നമ്മളത്? ഇവിടെ പറഞ്ഞല്ലോ കടബാധ്യതയെ കുറിച്ച്. കേരളത്തിലെ ഗവൺമെന്റ് കണക്കുണ്ടാക്കിയിട്ടുണ്ട് സാർ, കൃത്യമായ കണക്കുണ്ടാക്കിയിട്ടുണ്ട്. 30,62,57,895 രൂപ, 1207 കേസുകൾ, 779 ഫാമിലികൾ. സാർ, ആരാണ് ഈ കടം എഴുതിത്തള്ളാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്? 2005 ഡിസാസ്റ്റർ ആക്ട് പ്രകാരം അതിന്റെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ മിനിറ്റിൽ ദേശസാൽകൃത ബാങ്കുകൾ അത് എഴുതിത്തള്ളും സാർ. സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഈ കാര്യം ബാങ്കുകളോട് അഭ്യർത്ഥിച്ചില്ലേ? അവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ. കേരളം എന്തു ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവാണ് സാർ. എത്രയേറെ തർക്കമുള്ളപ്പോഴും
ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ സ്വന്തമായ കേരള ബാങ്ക് ഈ ദുരന്തമുണ്ടായ 1 മാസത്തിനകം ആ ബാങ്കിൽ കടമുള്ള മുഴുവൻ ചൂരൽമലക്കാരുടെ കടം എഴുതി തള്ളി സാർ. അതാണ് സാർ കേരളം കാണിക്കുന്ന മാതൃക. 10 കോടിയോളം രൂപ വരും സാർ. അതാണ് കേരളം കാണിക്കുന്ന മാതൃക. തെറ്റായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ കേരളത്തെ കുറിച്ച് കുറെ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടുമോ സാർ? ആ ദുരന്ത സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കേട്ടതല്ലേ, കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനടങ്ങുന്ന ഭരണപക്ഷമല്ല, ഈ പ്രതിപക്ഷവും കൂടി നമ്മൾ കേരളം ആ ദുരന്ത നിവാരണ സ്ഥലത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് മുന്നേറിയപ്പോ അതുവരെ ഭക്ഷണ വിതരണ സംഘം കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ അവിടെ ഉണ്ടായി സാർ. കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുക സാർ? അതുവരെ ദുരന്ത നിവാരണ സ്ഥലത്ത് ഒരിടത്തും കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ നമ്മുടെ നാട്ടിലുണ്ടായി. എവിടെയാ ബ്രെഡ് പൂക്കുക? കൊടുക്കാത്ത ബ്രെഡ് സാർ. ആഗസ്റ്റ് 17 കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടം, അത് ആഗസ്റ്റ് 23 കോടതിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടം, ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ്, ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന മുഖവരയോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടത്തെ പോലും മൃതദേഹം നടപടിക്ക് വിധേയമാക്കാൻ കേരള ഗവൺമെന്റ് പണം മേടിച്ചു എന്ന് പ്രചരിപ്പിച്ച നടപടി കേരളത്തിലുണ്ടായില്ലേ? സർക്കാർ ഭയക്കുന്നില്ല സാർ. ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ നടപടികളിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്.